കണ്ടോ കണ്ടോ, നമ്മുടെ കുമാരിയുടെ മുഖത്ത് ഒരു തെളിച്ചം കണ്ടോ? സൂര്യൻ ഇങ്ങ് വന്നപ്പോഴേക്കും വിടർന്ന താമര പോലെയായി മുഖം. എന്താ കുമാരന്റെ ഒരു ഗാംഭീര്യം! ഈ തലയെടുപ്പ് രാജാവിന്റെ തന്നെയാണ്. കാഞ്ചനയും സൂര്യനും ശരിക്കും ശ്രീരാമനും സീതയും പോലെ അല്ലേ ത്രിപുരസുന്ദരി? അതെ അതെ, പക്ഷെ രാമന്റെ സീതയുടെ ഗതിയാവോ രാജാവേ? അതെന്താടി? വനവാസം കഴിഞ്ഞു വന്നപ്പോ രാമൻ സീതയെ സംശയിച്ചില്ലേ? ആഹാ, രാമന് സീതയുടെ ചാരിത്രശുദ്ധിയിൽ ലെവലേശം സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ പ്രജകൾക്ക് വേണ്ടി അഗ്നിപരീക്ഷ നടത്തേണ്ടി വന്നു. സത്യവും തെളിഞ്ഞു. അതുപോലെ ഇവിടെയും ഒന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഇത് ശരിക്കും സൂര്യനാരായണൻ തന്നെയാണോന്ന്. അതിന് ചില പരീക്ഷകൾ നടത്തണം. എന്ത് പരീക്ഷ? എഴുതിയാ ജയിക്കുന്നത് വല്ലതാണോ? തീർച്ചയായും ഒരു യഥാർത്ഥ രാജകുമാരന് സാധിക്കാവുന്നതേ ഉള്ളൂ. അതെയോ? ഓ, കളരിപ്പയറ്റ്. సూర్యనారాయణ గారు గెలుస్తారా? మలయాళത്തിലെ చెప్పడి. ఉదయనిలమ్మావా കുറെ നേരമായില്ല കിടന്ന് തുള്ളാൻ തുടങ്ങിയിട്ട്. ദേ ഇനി അനങ്ങിയായിട്ടല്ല കണ്ണിയാൻ കുത്തിപ്പൊട്ടിക്കും. അത് ന്യായം. അതെ, ക്ഷത്രിയനാണ് സൂര്യനാരായണനാണ് അതൊക്കെ തെളിയിക്കാൻ ആയുധ പരീക്ഷണത്തിന് ഞാൻ തയ്യാറാ. പക്ഷേ അല്പം കൂടി സ്റ്റാൻഡേർഡുള്ള ആളുകളെ പയറ്റാൻ കൊണ്ട് തരണം. അല്ലാതെ വഴിന്ന് പിടിച്ചോടുന്ന ഇതുപോലുള്ള അലവലാദികളുമായിട്ട് ഏറ്റുമുട്ടാൻ എന്നെ കിട്ടില്ല. അതെ, രാജകുമാരൻ പറഞ്ഞതാ അതിന്റെ ശരി. എവിടെ നിന്ന് കിട്ടി ഈ കാട്ടുവാക്കാനെ? ഗുസ്തി. അമ്മേ, അയ്യേ മേത്തോടുന്നു എന്നെയോ ഷംനാക്കാതി ദിയാക്രിസേ തന്നിരിക്കുന്നു. നീ എന്തോടാ തലവാനോട് ചോദിച്ചത്? ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര ഞരമ്പുകളുണ്ടെന്ന് ഗുസ്തിക്കാരനല്ലേ കുറഞ്ഞ ഭാഷ അതെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? അത് നീ ഏത് ഭാഷയിലാ ചോദിച്ചത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാലി വീണ് തൊഴുതില്ലേ, അപ്പൊ സംഗതി വിട്. തീർന്നില്ല, അടുത്തത് മല്ലയുദ്ധമാ. ബുദ്ധി ഉപയോഗിച്ച് നീ പലതിലും രക്ഷപ്പെട്ടു. ഇനി ശക്തി ഉപയോഗിച്ച് നോക്കാം. ഞാൻ രാജകുലമാണ്. എന്താ സ്റ്റാൻഡേർഡ് മതിയോ? രാജകുലത്തിന് നല്ല നാടൻ അടിയറിയോ? ഇതല്ലേ നാടൻ. ഇത് നാടന.
വിളി വാ. സൂര്യനാരായണ നീണാൾ വാഴട്ടെ. സൂര്യനാരായണൻ നീണാൾ വാഴട്ടെ. കനകാംബരൻ രക്ഷപ്പെടുത്തെ. 3 അല്ല 30 ലക്ഷം തരാന്ന് പറഞ്ഞാലും ഇനി ഇവിടെ കിടന്ന് ഇടികൊള്ളാൻ ഞാനില്ല. എന്റെ ഭാരതി, ഞാനിതാ വരുന്നു. അമ്മുട്ടി മോളെ, അച്ഛൻ വരുന്നടാ. കുമാരൻ എങ്ങോട്ടാ? കാശിക്ക്. ദേവൊരു രാജാവ്. ഒന്ന് നിന്നേ രാജാവേ. രാജാവ് രക്ഷിക്കണം. എന്റെ ഭർത്താവിനെ ഈ കൊട്ടാരത്തിലെ ഏതോ സാമദ്രോഹികളെ ബന്ദിയാക്കി വെച്ചിരിക്കുക. എനിക്ക് എന്റെ ഭർത്താവിനെ വിട്ടുതരണം. അമ്മേ, രാജാവിന് അച്ഛന്റെ മുഖം. എന്നാത് വേഷം മാറിയ കനകേട്ടൻ തന്നെയാ. വിളിക്കണേ അച്ഛാന്ന്. മോളെ കനകേട്ടാ, ഇത് നിന്റെ കഥ കേട്ടത് വല്ല സ്വന്തമായിട്ടത് മിണ്ടരുത്. ഇതെന്റെ ഭാര്യയും കുഞ്ഞുവാ. എന്റെ കനകേട്ടനെ ഞാൻ കൊണ്ടുപോകും. അച്ഛൻ നമുക്ക് പോവാം. ഇന്ന് എവിടെയാ നാടകം? ബുദ്ധിമോശം കാണിക്കരുത്. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വന്നതാ. കുട്ടാ, പറഞ്ഞത് കൂടാതെ നരസിംഹനെ ഇടിച്ചത് ചേർത്ത് 3,10,000 തരാം. നിങ്ങളുടെ ലക്ഷങ്ങൾ കൊണ്ട് കുഴിച്ചിട്. എനിക്ക് എന്റെ കുടുംബം വലുത്. എന്റെ ഭാരതീയെ പിരിഞ്ഞ് ഇന്നേ വരെ ഞാൻ കഴിഞ്ഞിട്ടില്ല, അറിയോ? ഇത്രയേ ഉള്ളൂ. ആര് പറഞ്ഞു പിരിയണമെന്ന്? പിരിയണ്ട. ദുഷ്ടനായി കനകേട്ടൻ. ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? എന്റെ ഭാരതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അയ്യോ, മീശ തുടരുത്. ചതി പറ്റിപ്പോയതല്ലേ. നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാന്നല്ലേ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി പെണ്ണാണെന്ന്. അതെ, ഇതാകെ കുഴപ്പം പിടിച്ച സ്ഥല. ഇവിടത്തെ പ്രാന്തം തമ്പുരാക്കന്മാരുടെ കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. സ്ഥലം വിടാനോ? എടോ പന്ന തമ്പുരാക്കന്മാരെ, ഞങ്ങൾക്ക് പോണം. ഞാൻ മില്ലിയെ കൊന്നുകളയും ഞാൻ. കൊല്ലടോ. അയ്യോ, ഞങ്ങളെ കൊന്നിട്ട് പോയാ മതി. അല്ലാതെ വിടത്തില്ല നിന്നെ. നീ പോയാ ഇവിടെ നിങ്ങൾക്ക് സൂചി കുത്താൻ ഇടവും കിട്ടില്ല. കല്ലറ കിടന്ന് അഴിയണ്ട. വേവോളം നിൽക്കാമെങ്കിൽ 6 നിന്നുകൂടെ. ഞങ്ങൾക്കും നിങ്ങൾക്കും കൈ നിറയെ പണം. അതുപേക്ഷിച്ച് പോകരുത് കനക. ശരി, എന്റെ ഭാര്യ എന്റെ കൂടെ വേണം. നിന്റെ കൂടെയോ? എന്റെ കൂടെ അല്ലാതെ പിന്നെ തന്റെ കൂടെ കഴിയണം. കനക, നീ ഇപ്പൊ കനകനല്ല, സൂര്യനാരായണനാ. അത് ഓർമ്മ വേണം. നിന്റെ ഭാരതയും കുഞ്ഞും ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഒരു കാരണവശാലും ആരും കണ്ടുപിടിക്കരുത്.